ഇന്ന് രാവിലെ പി ജയരാജൻ്റെ ആത്മകഥയിലെ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ പുറത്തേക്ക് വന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ആരോപണങ്ങളായി മാറി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമുക്കറിയാം, വയനാടും ചേലക്കരയിലും. അപ്പോൾ ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് പാലക്കാട് കൂടി നടക്കേണ്ടതായിരുന്നു. പാലക്കാട് അതൊന്ന് നീട്ടിവെച്ചതാണ് എന്ന് നമുക്കറിയാം, 20-ാം തീയതിക്ക്. അപ്പോൾ അങ്ങനെ അത് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ പി ജയരാജൻ്റെ നിരവധി പരാമർശങ്ങൾ പുറത്തേക്ക് വന്നു. ഒന്ന്, പി സരിൻ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സ്ഥാനാർത്ഥിയാണെന്നും പകരം അദ്ദേഹത്തെ LDFിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും കൂടാതെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 2ാം സർക്കാർ ദുർബലമായ സർക്കാരാണെന്നും പരാജയമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കാര്യങ്ങളുമാണ് അതുമായി പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുമ്പ് നമുക്ക് ഏതാണ്ട് ഇതേപോലെ തന്നെ നേരത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ 7 മണിക്കാണ് പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച കൺഫേം ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ കൃത്യമായി പാർട്ടിക്ക് ഒരടി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയിട്ടുള്ള പി ജയരാജനും പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള മീറ്റിങ്ങിനെ കുറിച്ച് ഉയർത്തിയിട്ടുള്ള വിവാദങ്ങളെ അദ്ദേഹം കണ്ടിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് പാർട്ടിക്ക് വലിയ തോതിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കി. കാരണം അന്ന് മുഴുവൻ അതാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. അതും കൂടി പാർട്ടിക്ക് ഒരു അടിയായി. അതുമാത്രമല്ല, ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ്റെ ഭരണമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായി. ഇതിന് മുൻപ് നമുക്കറിയാം, ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിന് നിങ്ങൾ സെൽവരാജൊക്കെ മത്സരിച്ച് കാലുമാറിയപ്പോൾ വീണ്ടും മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, CPM മത്സരിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് VS അച്യുതാനന്ദൻ KK രമയെ സന്ദർശിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ കരുണാകരൻ ഒരു പക്ഷേ എല്ലാവരോടും TV കാണണമെന്ന് സെബാസ്റ്റ്യൻ പോളൊക്കെ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും. ഏതാണ്ട് അതേപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയേക്കാണ് കാണുന്നത്. ഇപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ ഇത് എഴുതിയതാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി വൈകി തന്നെ DC ബുക്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വളരെ കൃത്യമായി പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്ന പിയുടെ ആത്മകഥയെക്കുറിച്ചുള്ള പരസ്യം അവർ കൊടുത്തിരുന്നു. ആ പരസ്യം കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കട്ടൻ ചായയും പരിപ്പൂടയും എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ബുക്കിൻ്റെ കവർ പേജ് ഉള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ കഥ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു പരസ്യം കൊടുത്തിരുന്നു. പക്ഷേ പരസ്യം കൊടുത്തപ്പോൾ അത് നിഷേധിച്ചില്ല. പകരം ഇന്ന് രാവിലെ പത്രങ്ങളിൽ ഇതെല്ലാം വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, DC ബുക്സിന് അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ ഞാനൊരു അനുമതി കൊടുത്തിട്ടില്ല എന്നും കൂടാതെ ഞാനിപ്പോൾ ആ പുസ്തകം എഴുതി തീർന്നിട്ടില്ല എന്നും ഒരു 200 പേജിലധികം വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ത് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യം. അത് നിഷേധിച്ചു, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയാണ്, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് ഉയർത്തുന്ന ചില വസ്തുതകളുണ്ട്. അതിന് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാനാവില്ല. ചില സംശയങ്ങളുണ്ട്. പറയുന്നത്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബുക്കും എഴുതാൻ DC ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ DC അതിന് വീണ്ടും ഒരു പത്രക്കുറിപ്പിട്ടേക്കണത്, DC കൊടുത്തേക്കണത് ഇത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് പ്രകാശനം നീട്ടിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അതായത് ഞങ്ങൾക്കിത് പ്രസിദ്ധീകരിക്കുന്നില്ലെന്നോ ഞങ്ങൾക്കിത് പ്രസിദ്ധീകരിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. DC രവിയെയും അതുപോലെ തന്നെ DC പോലുള്ള ഒരു പുസ്തക പ്രസാധക സംഘവും ഒക്കെ തന്നെ ഒരു കാരണവശാലും പിയുമായി ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള അനുമതി മേടിക്കാതെ ഇത്തരത്തിലുള്ള ഒരു പരസ്യം കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ ബുക്ക് വിറ്റുപോകാനുള്ള ഒരു വിവാദം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയമാണിത്. ആ വിവാദം ഉണ്ടാക്കാൻ DC തീരുമാനിച്ചിരിക്കുന്നു. അത് കഴിയുമ്പോൾ പി ജയരാജൻ ഞാനത് നിഷേധിക്കുക കൂടി ചെയ്യും. അങ്ങനെ ഇതൊരു വാർത്തയ്ക്ക് വേണ്ടിയുള്ള വാർത്തയാകും, പുസ്തകത്തിൻ്റെ സെയിൽസിന് വളരെയധികം സഹായിക്കും എന്നുള്ള ഒരു ലെവലിൽ ഇത് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ആരെങ്കിലും ഗൂഢാലോചന നടത്തി ഇത്തരത്തിലുള്ള വാർത്ത പുറത്തേക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്തേക്കുന്നത്, 188ഓളം പേജ് വരുന്ന പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ PDF തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളുടെ എല്ലാം കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ വാർത്ത വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അത്തരത്തിൽ ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ അടിസ്ഥാനം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ളൊരു PDF എങ്ങനെയാണ് പിയുടെ ബാല്യകാലവും അതുപോലെ ചെറുപ്പവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും ഒക്കെ എഴുതിയിട്ട് ഒരു ഗൂഢാലോചനക്കാരൻ സമയത്ത് പാർട്ടിയെയും പിയെയും പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി മാത്രം 188 പേജുള്ള ഒരു ബുക്ക് എഴുതിയെങ്കിൽ അതൊരു മഹാനായിരിക്കണം.
ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇ.പി. ജയരാജൻ ബുക്ക് എഴുതാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇ.പി. ജയരാജനും പി ജയരാജനും ഒക്കെ ബുക്ക് എഴുതാനായിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഗോസ്റ്റ് റൈറ്റിംഗ് നടത്തുന്ന പുസ്തകം എഴുതി കൊടുക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു സംഖ്യ കൊടുത്താൽ മതി, അതിൽ തെറ്റൊന്നുമില്ല, കാരണം അവർക്ക് എഴുതാനുള്ള മിടുക്കുണ്ടാവും, അതുകൊണ്ട് അവർ എഴുതും. പക്ഷേ കണ്ടൻ്റൊക്കെ കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. അങ്ങനെ നിരവധി എഴുതി കൊടുക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം. പി ജയരാജൻ അങ്ങനെ ഒരാളുമായിട്ട് സംസാരിച്ചത് പോലും എനിക്കറിയാം. അദ്ദേഹം നേരിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ബുക്ക് എഴുതാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ചില ആളുകളുമൊക്കെ ആയിട്ട് സംസാരിച്ച് നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ ഇ.പി. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണ് ഉണ്ടാവുക. ആ ഏൽപ്പിച്ചത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ആ പൂർത്തിയായിട്ടുള്ളതിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനോ കൂടുതലായി എഴുതി ചേർക്കാനോ ഒക്കെ ഉണ്ടാവും എന്നുള്ള വാസ്തവമാണ്. അത് DC ബുക്സുമായിട്ടൊരു കരാറ് അല്ലെങ്കിൽ കൊടുക്കാമെന്ന് വാക്കാലെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് DC ബുക്സ് ഇത്തരത്തിലുള്ളൊരു കാര്യം കഴിഞ്ഞ ഏതാണ്ട് ഒരു 15-16 മണിക്കൂർ മുമ്പ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 12:30-ക്കാണ്. അപ്പോൾ അതിനു മുമ്പ് ഏതാണ്ടൊരു 16-17 മണിക്കൂർ മുമ്പ് ഇന്നലെ തന്നെ അത്തരത്തിലുള്ളൊരു പരസ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇ.പി. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടാകാവുന്നൊരു കാര്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇ.പി. അതിനെ തള്ളിക്കളയുകയല്ലാതെ പാർട്ടിയോട് ചേർന്ന് നിൽക്കണമെങ്കിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇ.പി. തൽക്കാലം അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. DC ബുക്സിൻ്റെ ഭാഗത്ത് നിന്ന് DC രവി ഇവിടെയല്ല, അദ്ദേഹം ഷാർജയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇ.പി. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യവും സത്യസന്ധമായ കാര്യമാണെന്ന് തന്നെ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിലിവർക്കൊരു ചെറിയ കുഴപ്പം കൂടി പറ്റിയിട്ടുണ്ട്. ഈ കൃത്യമായി ഇന്ന് 13-ാം തീയതി തന്നെ ഈ വാർത്ത പോകണമെന്ന് വിചാരിച്ചത് പാലക്കാടടക്കം ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അത് 20-ാം തീയതിക്ക് മാറ്റിവെച്ചു. അതുകൊണ്ട് ഈ ഡാമേജ് പരിഹരിക്കാൻ സരിന് കുറച്ചുകൂടി സമയം കിട്ടുമെന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ വളരെ കൃത്യമായി ഈ പാലക്കാട് കൂടി തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും CPM-നെയും പാർട്ടിയെയും ഒക്കെ വലിയ തോതിൽ കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രതികരണമായി പോയനെ. അപ്പോൾ അത് പറഞ്ഞു വന്നൊരു കാര്യം, ഇത് ഇ.പി. എഴുതിയ പുസ്തകത്തിലെ ഭാഗങ്ങൾ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃത്യമായി ഇ.പി. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, വൈദേകം റിസോർട്ട് തുടങ്ങിയത് പോലും ഈ പറയുന്ന പാർട്ടിയിലെ ചില നേതാക്കന്മാർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹം വലിയ തോതിൽ പാർട്ടിയുമായി നീരസത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. രാജ്ഭവൻ്റെ മുമ്പിൽ CPM സമരം നടത്തുമ്പോൾ അദ്ദേഹം ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിൽ അമ്മക്ക് പൊന്നാട ഇടുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോരുത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, ഇ.പി. ചെയ്യുന്നതെല്ലാം പിണറായി വിജയൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇ.പി. ഈ പറയുന്ന പ്രകാശ് ജാവദേക്കറെ കാണുകയും അവരോട് സംസാരം നടത്തുകയും അതിനുശേഷം അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ വന്ന് പറയുകയും അത് പല മണ്ഡലങ്ങളിലും തന്നെ അതിൻ്റെ വലിയ തോതിലുള്ള ഇമ്പാക്റ്റും കുഴപ്പവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് ഇ.പി. നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ പാർട്ടി തകർന്നാലും കുഴപ്പമില്ല, BJP അടക്കം നേട്ടമുണ്ടാക്കാനുള്ള ഒരു ദൗത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മുനമ്പം ഇഷ്യൂ പോലും സർക്കാർ കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള നിരവധി, ഇപ്പോൾ തൃശ്ശൂർ പൂരം കലങ്ങിയതടക്കമുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിൽ CPM അല്ലെങ്കിൽ പിണറായി വിജയൻ എടുക്കുന്ന ഒരു നിലപാടുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് പലപ്പോഴും BJPയോടെ വളരാൻ സഹായിക്കുകയും അങ്ങനെ വളർന്നാൽ രണ്ട് ഗുണങ്ങൾ കൂടിയുണ്ട് CPM-ന്. ഒന്ന്, ഇത് വലിയ തോതിൽ സ്വന്തം കാലം കഴിയുമ്പോൾ ഇനി പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഒരു വലിയ തുകകൾ പലരും കൈപ്പറ്റിയിട്ടുണ്ടാവും. വലിയ തോതിലുള്ള വിദേശ രാജ്യങ്ങളിൽ പോലുമുള്ള വിഭവ സമാഹരണം നടത്താൻ അത് സഹായിച്ചിട്ടുണ്ടാവും. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മൂന്നാമതൊരു ശക്തി കൂടി വളർന്നു വരുമ്പോൾ ഒരു 25-35% വോട്ട് നേടിയാൽ 2026 കൂടി ഭരണത്തിലെത്താം എന്ന് പറയുന്നൊരു നിലയിലേക്ക് വേണമെങ്കിൽ CPM-ന് എത്തിച്ചേരാം. അങ്ങനെ CPM-ൻ്റെ കയ്യിലുള്ള ഒരു 32-35% പിടിച്ചു നിർത്തുകയും ബാക്കി ഒരു രണ്ട് പാർട്ടികളിൽ നിന്ന്, അതായത് കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ കൂടി, കോൺഗ്രസിൻ്റെ ഇപ്പോൾ നമുക്കറിയാലോ കോൺഗ്രസിന് കാലാകാലങ്ങളായി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന ക്രിസ്ത്യൻ വിഭാഗം ഇപ്പോൾ മുനമ്പം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അവർ BJP-യിലേക്ക് പോയാലും CPM-ന് വലിയ നഷ്ടം സംഭവിക്കാറില്ല, പക്ഷേ നഷ്ടം സംഭവിക്കാനുള്ളത് വലിയ തോതിൽ കോൺഗ്രസിനാണ്. അപ്പോൾ കോൺഗ്രസിനും BJP-ക്കുമായി ഏതാണ്ട് ഒരു 60ഓളം വരുന്ന മണ്ഡലങ്ങളിൽ ഈ പറയുന്ന വോട്ടുകൾ സ്പ്ലിറ്റായി പോയാൽ അവിടെയെല്ലാം തന്നെ വോട്ട് സ്പ്ലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ ഹരിയാനയിൽ BJP ജയിച്ചതുപോലെ വേണമെങ്കിൽ കേരളത്തിൽ കുറേ കൂടി സീറ്റുകൾ നേടാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ സഹായിക്കുന്നത് കൊണ്ടിട്ടുള്ള ഒരു ഗുണം CPM-ന് അടുത്ത 2026 ഭരണത്തിലേറാൻ പോലും സഹായിക്കും. കൂടാതെ ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ BJP ചിലപ്പോൾ CPM-നെ സഹായിക്കുക കൂടി ചെയ്താലും ഇത്തരത്തിലുള്ളൊരു നേട്ടമുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാൻ നടപ്പിലാക്കുന്ന ഒരു എക്സിക്യൂഷൻ്റെ ഭാഗമായി കൂടിയാണോ ഇ.പി. ജയരാജൻ ഇത് ചെയ്യുന്നത്? അല്ലാതെ ഇത് മാധ്യമങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നൊന്നും പറഞ്ഞ് കൈ കഴുകൽ അത്ര എളുപ്പമല്ല.
കാരണം ഏറ്റവും കുറഞ്ഞ പക്ഷം പോലീസിൽ പരാതി കൊടുക്കുകയും സ്വന്തം പുസ്തകം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുകയും അത്തരത്തിലുള്ളൊരു പോലീസിൽ കൃത്യമായി പരാതി കൊടുത്തുകൊണ്ട് അന്വേഷിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇത് ഇ പിയുടെ ഭാഗത്ത് ഒരു കാര്യത്തിലുള്ള അല്ലെങ്കിൽ ഇ പി എഴുതിയതോ ഇ പിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഫോർജ്ഡായി ഒരു ഡോക്യുമെൻ്റ് ചമച്ചതാണെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനുള്ള നിയമം പോലും ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ളൊരു പരാതി കൊടുത്തുകൊണ്ട് കൃത്യമായി ഇ പി ജയരാജൻ ഇതിൻ്റെ പുറത്ത് അന്വേഷണം നടത്തിക്കാൻ പിണറായി വിജയൻ്റെ അടുത്ത് നിർബന്ധം പിടിക്കേണ്ടതാണ്. അത്തരത്തിൽ നിർബന്ധം പിടിക്കുന്നില്ലെങ്കിൽ ഇ പിയുടെ പേര് പറഞ്ഞ് ഗൂഢാലോചനയോടെ ആരെങ്കിലും 188 പേജുള്ള ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കും. ആ എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങളിലെല്ലാം തന്നെ ഇ പിയുടെ മനസ്സും ബാല്യവും കൗമാരവും ഒക്കെ അറിയുന്ന ഒരാളിരുന്ന് എഴുതി ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ പുസ്തകം ഇ പി എഴുതിയതാണ്, ആ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് വിട്ടതാണ്. അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് ഈ പുസ്തകം സെല്ല് ചെയ്യാനുള്ള ഒരു അജണ്ടയാണ്. രണ്ടാമത്തത് ഇത് ബി ജെ പിയെ സഹായിക്കാൻ ഇ പി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാടായിരിക്കും. അത് രണ്ടുമാകാനാണ് സാധ്യത. അല്ലാതെ ഇതത്ര നിഷ്കളങ്കമായി ഇ പി ആരെങ്കിലും ചതിച്ചതോ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി ഗൂഢാലോചന നടത്തി ആരെങ്കിലും സൃഷ്ടിച്ചെടുത്തതോ അല്ല എന്നുള്ളതാണ് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യം.